ടീച്ചർ എന്താ പിറന്നാളാണോ? പിറന്നാളൊന്നും അല്ല, പെണ്ണ് കാണാൻ ചടങ്ങിന് വാങ്ങിച്ചു വെച്ച ലഡുവാ. അത് മുടങ്ങിയതല്ല, മുടക്കിയതാ. കല്യാണം മുടക്കിയാനോ കൈ കിട്ടാണ്ടല്ലോ, അടിച്ച് കയറണ കുറ്റിയാൻ പൊട്ടിക്കും. അപ്പൊ ടീച്ചർ കല്യാണമാണോ മുടങ്ങി? എന്റെ അല്ലെന്നേ, അനിയത്തിയുടെ. അല്ല, ടീച്ചർക്ക് കല്യാണമൊന്നും വേണ്ടേ? അല്ല മാഷേ. ഓ, അങ്ങനെ ഏതെങ്കിലും ഒരു വൃത്തിയിടവനെ കല്യാണം കഴിച്ച് ജീവിതം കോഞ്ഞാട്ടേക്കാൻ ഞാനൊന്നും തയ്യാറല്ല. മാഷേ, ലഡു. കുട്ടിയുടെ കല്യാണമാണോ മുടങ്ങിയത്? അല്ലല്ല, പിന്നെ കഴിക്ക്. കല്യാണം മുടങ്ങിയവരെ ലഡു വരട്ടെ, അപ്പൊ ഞാൻ കഴിച്ചോളാം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കല്യാണം മുടക്കിയ ഏത് സാമദ്രോഹിയായിരുന്നാലും അവന്റെ തല ഇടുത്തി വീഴും. കാരണം അവ അത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഒരാൾ കാരണം. അപ്പൊ മാഷിന് ലഡു വേണ്ട? എനിക്ക് ലഡു വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ലഡു. ആ മാഷിന് ഷുഗർ അല്ലേ, അതുകൊണ്ടാ. എനിക്ക് പാസിങ്കിലും 400 ഷുഗർ. ചില ആൾക്കാരുടെ പാസ്റ്റിലും ഫ്യൂച്ചറിലും എല്ലാം ഒരു തരി മധുരം ഉണ്ടായിട്ടുണ്ടാവില്ല. നിറയെ കയ്പായിരിക്കും, കയ്പ്. കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ. കഴിക്ക്, ലഡു കഴിക്ക്. അല്ല, ഞാനേ ഈ സന്തോഷം വരുമ്പം ലഡു കഴിക്കണേ കണ്ടിട്ടുള്ളൂ ഇതുവരെ. സങ്കടവും ദുഃഖം വരുമ്പം ലഡു കഴിക്കണത് കാണുന്നതും കഴിപ്പിക്കണതും ആദ്യമായിട്ട് ഞാൻ കാണണം. സ്വന്തം സഹോദരിയുടെ കല്യാണം മുടങ്ങി ഇവിടെ ലഡു കഴിപ്പിക്കുക. ഇതേ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീരാണ് ഈ ലഡു. അവളുടെ ഹൃദയ രക്തം ഇറ്റിറ്റ് വീഴുന്ന ഹൃദയം ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് നിങ്ങൾ കടിക്കുന്നത്. കടിക്ക്, നിങ്ങളെ ഓരോ കടിയും അവളുടെ ഹൃദയത്തിന്. കടിക്ക് കടിക്ക് കടിക്ക്. രക്തം രക്തം ചെയ്യുന്നുണ്ട്. മാഷേ, ഞാൻ ഇത് മുഴുവനും കഴിച്ചുപോയി. കഴിച്ചുപോയി മാഷേ, കഴിച്ചുപോയി. കഴിച്ചിട്ട് വലിച്ച് കയറ്റ്. നിങ്ങൾക്ക് ഷുഗറല്ലേ? ജീവിതത്തിൽ കയ്പല്ലേ? കണ്ട പോയ പോക്ക് കണ്ട. കള്ളൻ എങ്ങനെ വീണാലും അങ്ങേര് 4 കാലിലായിരിക്കും. വന്ന കഴിവടാ മോനെ. ഹായ്, നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ വീട്ടിൽ ചത്തന ആടാ നീ? സാറിന് മനസ്സിലായില്ല? I'm a famous vlogger, sir. Rainbow Richu, million views, so many subscribers. അറിയില്ല? റീൽസും വ്ളോഗ് എനിക്കറിയാം, അതിനെ പറ്റിയൊക്കെ അറിയാം. നീ ആര്? നീ എന്തിനും ഇവിടെ വന്നു? സാർ, ദിസ് കോളേജ് ഞാൻ കുറച്ചൊന്ന് കവർ ചെയ്തൊന്ന് വൈറലാക്കാന്നുള്ള ഒരു പരിപാടിയായിട്ട് വന്നതാണ് സാർ. സോ എൻ്റെ മില്യൺ വ്യൂസ് ഇത് കണ്ടിട്ട് അതിൽ ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉൾക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കില്ലേ സാർ? അപ്പൊ നീ ഇവിടെ വന്ന് ഇതിനൊക്കെ അല്ല, ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കായിരുന്നില്ല. പക്ഷെ എനിക്ക് പറ്റിയ ഒരാളെ കിട്ടണം. ഞാൻ വന്നില്ലേ സാർ? ഓക്കെ, നീ മതിയാവും. കൊള്ളാം. നിന്റെ നമ്പർ അല്ലെങ്കിൽ നീ വിളിച്ചാൽ മതി. ഷുവർ സാർ, ഷുവർ. ചെല് സാർ, ഒരു ചെറിയൊരു എന്തായാലും ഈ ഒരു വൈബും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്ളോഗ് നമുക്ക് പോയാലോ? ഒരു ഇൻട്രൊഡക്ഷൻ. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ബിജുകുമാർ എം. ഞാൻ ഇവിടുത്തെ മലയാള അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണ്. BA, MAd, പിന്നെ ഇപ്പൊ PhD ഗോയിങ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ഗൈസ് ഇവിടെ ഫുൾ ഉള്ളത്. അല്ലല്ല, എഡ്യൂക്കേറ്റഡ് അങ്ങനല്ല. ഇവിടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, ബാക്കിയൊക്കെ ജസ്റ്റ് പാസ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മുടെ ബിജു സാറിനാണ് ഭയങ്കര എഡ്യൂക്കേഷൻ ആണ് ഗൈസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ സാർ, സെറ്റ്. ഓക്കെ സാർ, ഒരു ചെറിയ കാര്യം. സാർ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സാർ, ഭയങ്കര ജോബിന് പോകാൻ പറയുന്നു. അപ്പൊ ജോലിയൊന്നും തെണ്ടി തിരിഞ്ഞ് അഞ്ചും അടിച്ചു കിടക്കണം, അതാണ് പരിപാടി. ഇല്ല സാർ, ലൈക്ക് ഗവൺമെന്റ് ജോബ്, PSC ഒക്കെ പോയി ഇങ്ങനെ പെൻഷൻ ഒക്കെ കിട്ടി. PSC ജോയിൻ ചെയ്യാമെന്നാണ് സാർ ഞാനിവിടെ. നീ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നേണോ? നീ വ്ളോഗറുമാണ് ഇവിടെ. അഡ്മിഷൻ എടുക്കും, ഞാൻ ജോയിൻ ചെയ്യും. 2 in 1. ഓക്കെ സാർ. ശരി ശരി ശരി, എന്നാലും ഞാൻ ആലോചിക്കട്ടെ, ഞാൻ പറയാം. ഓക്കെ സാർ.
സാർ ഈ പേര് ഭയങ്കര വെറൈറ്റി ആയിട്ടല്ലോ. സർവകലാ വല്ല നീ ഇന്ന് വന്നല്ലേ ഉള്ളൂ, അയക്കാൻ പറ്റൂല. ഒരു മാസം കഴിയിട്ട് അപ്പൊ നീ വായിക്കും. ഓക്കെ ഇവിടെ ഉള്ള എല്ലാരും അങ്ങനെ തന്നെ. ഓക്കെ സാർ. ഓക്കെ അതൊന്നും ഇപ്പൊ വേണ്ട, അതിപ്പോ വേണ്ട. അത് പിന്നെ ഓക്കെ ഇവിടെ കുറച്ച് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓക്കെ 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 കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് മാത്രം ആദ്യം ഷൂട്ട് ചെയ്താൽ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സാർ അതെന്ത് ഈ കോളേജ് ഇങ്ങനെ സെറ്റ് ഇട്ട പോലെ? അല്ലെ സെറ്റ് ഇട്ട പോലെ തട്ടിക്കുട്ടിയതാണോ? മോനെ അതല്ല, ആദ്യം ഇവിടെ ഒരു 4 നില ബിൽഡിംഗ് ആയിരുന്നു. ഓക്കെ. പക്ഷേ ഞാനൊരു പ്രകൃതി സ്നേഹമായതുകൊണ്ട് എനിക്ക് നേച്ചറുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങനെ കൺസ്ട്രക്ഷൻ എനിക്ക് ഇഷ്ടം. അതായത് ഈ ഭൂമി ദേവി എന്ന് പറഞ്ഞ അമ്മയാണ്. അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കണം കൺസ്ട്രക്ഷൻസ് വർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാണ്ട് കാശില്ലാണ്ടല്ല അല്ലെ? ഒരുമിച്ച് പോകാം, എല്ലാവരെയും പരിചയപ്പെടുത്തരാം കേട്ടോ. റിച്ചൂട്ടാ, ഇതാണ് ഓഫീസ്. ഓക്കേ. ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് റിച്ചൂട്ടൻ. ഹായ് റിച്ചൂട്ടാ, ഇത് നീതു ടീച്ചർ. ഓക്കേ. ഹായ് ബബീഷ് സാറ്. ഹായ് ബ്രോ, വാട്ട്സ് അപ്പ്? ഞാൻ പിയൂണ, ഞാനൊരു കലാകാരൻ കേട്ടോ. കരോക്കെ വെച്ച് പാട്ടൊക്കെ പാടും. നൈസ് നൈസ്. ഇതാരാണ്? അതൊക്കെ കണക്കാ. ഓ കണക്ക്, മാത്സ് ടീച്ചർ. ടീച്ചറെ ഞാൻ കണക്കിൽ കുറച്ച് വീക്കാണ്, എന്നെ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് ഇവിടെ ആരും. ഈ റെയിൻബോ ഇവിടെ PSC കോച്ചിങ് വന്ന സ്റ്റുഡൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ PRO വർക്കും എല്ലാ കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റ് എല്ലാം ഏൽപ്പിക്കുന്നത് ഈ മിടുക്കനായ ഈ ചെറുപ്പക്കാരനെയാണ്. പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരരുത്. നല്ല ഒന്നാന്തരം നല്ലൊരു വ്ളോഗർ, റീൽസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടില്ല. നിങ്ങളുടെ കോളേജിൽ വരാൻ ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് ഇദ്ദേഹം ഇവിടെ വന്നു. അപ്പോൾ മാക്സിമം ഇയാളെ ഞാൻ യൂട്ടിലൈസ് ചെയ്യും. ഇദ്ദേഹം വഴി ഈ കോളേജ് എല്ലായിടത്തും പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫലം നിങ്ങൾക്കും കൂടെ ഓരോരുത്തർക്കും ബബീഷ് സാറ്, ടീച്ചറെ എല്ലാവരും കൂടെയാണ്. അത് ഓർമ്മ വേണം അതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഓക്കെ. പരസ്യത്തിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. പരസ്യത്തിന്റെ പേരും പറഞ്ഞ് കേബിൾ TV-ക്കാർക്ക് കുറെ കാശ് കൊടുത്തതാ. അങ്ങനെ കുറെ കാശ് ഈ കോളേജിൽ നിന്ന് പോയി. പിന്നെ ആനയുടെ പുറത്തു കൊണ്ടേ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ആന പോസ്റ്റർ വലിച്ചേറി കഴിച്ച് ആനയ്ക്ക് വയറിളകി. അങ്ങനെ മൃഗാശുപത്രിയിലും പോയി 50,000 രൂപ പരസ്യത്തിന്റെ പേരിൽ. ആന പോസ്റ്റർ തന്നെ. ഓ റീൽസ് എടുക്കായിരുന്നു. ഇനി പരസ്യത്തിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞ പല രഹസ്യങ്ങളും പരസ്യവും പറഞ്ഞില്ല എന്ന് വേണ്ട. സാറ് ടീച്ചർ എന്ത് ഇങ്ങനെ? നേരത്തെ പറഞ്ഞില്ലേ കണക്കാ. ഓ ആ കണക്ക്. ഈ കോളേജ് ഗ്രൂപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞത്? അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആവശ്യമില്ലാത്ത ഗ്രൂപ്പിലൊക്കെ കയറി സമയം കളയാൻ ടൈം ഉണ്ടല്ലേ? ഇനിയിപ്പോൾ LECയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാ. കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ നിൽക്കുള്ള, അല്ലാണ്ട് എനിക്ക് ഗുണമൊന്നും ഉണ്ടാകാൻ പോകില്ല. അല്ലെ ഫീസ് തന്ന് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു. പറഞ്ഞിട്ടാണോ പോകുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ ഫീസ് കൊടുത്ത് ഇവിടെ ഇരുന്നോളാന്ന്? എന്താടോ കോളേജൊക്കെ ഒന്ന് വൈബാക്കാന്ന് വെച്ചിട്ട് കുറച്ച് റീൽസ് ഷോർട്സ്. സുഖല്ലേ? നിർത്തിയ എന്താ ഇവിടെ? അല്ല റീൽസ് ഒക്കെ ഒന്ന് എടുക്കാന്ന് വെച്ചു, കോളേജിന്റെ ഒരു വൈബൊക്കെ. റീൽസ് ഇവിടെയാണ് എടുക്കണ്ടേ? ഇത് പുറത്തല്ലേ എടുക്കണേ? ഈ കോളേജിൽ ഒന്ന് ശല്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അതിന്? ടീച്ചറെ ഒരു സെൽഫി എടുത്തോട്ടെ. പിന്നെ സെൽഫി എന്താ നിനക്ക്? തനി ക്ലാസ് ഇല്ലേ? ക്ലാസ് പോയിരുന്ന് പഠിക്ക്. ഇവിടെ സെലിബ്രിറ്റികളെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഞാൻ വരാം, പിന്നെ വരാം. പിന്നെ വരണ്ട. റീൽസ് ഒക്കെ കാണാൻ എല്ലാവർക്കും സമയമുണ്ടല്ലേ? അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. ഗ്രൂപ്പിൽ കയറി ഒന്നും നോക്കരുത്. ഇന്നലെ തന്ന പോർഷൻസ് ഇല്ലേ, അത് നിങ്ങളൊക്കെ ക്ലിയർ ചെയ്താ? പഠിക്കണം സാർ. ക്ലിയർ ചെയ്ത് ഓരോരോ അതാത് ദിവസത്തെ പോർഷൻസ് ഒക്കെ അതാത് ക്ലിയർ ചെയ്ത് പോകണം. എനിക്ക് ഇതിൽ റോളില്ല, പഠിപ്പിച്ച് തരും. ചൊല്ലിക്കൂട് തള്ളിക്കൂട് തള്ളിക്കള. എനിക്ക് ഇത്ര അറിയാം, അല്ല വേറെ ഒന്നും അറിഞ്ഞൂടെ. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.
ആടാ. മോനെ ഞാനാണ് സാർ. മോനായിരുന്നു അറിയില്ലേ? എനക്കറിയാം സാർ. ആരാ? അപ്പൂട്ടൻ. അപ്പൂട്ടനെ? എനിക്ക് മറ്റേ പറയാൻ കിട്ടില്ല സാർ. ഏ? ശരിക്കുള്ള പറയാൻ കിട്ടില്ല. ഇക്ക് പോടാ. ഇതേ നമ്മൾ വളരെ വലിയ ഒരു സെലിബ്രിറ്റിയാണ്, വ്ളോഗറാണ്. ഇദ്ദേഹം ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ നമ്മളെയും നിങ്ങളെല്ലാവരെയും ഈ സ്ഥാപനത്തിൻ്റെയും ലോകത്തിന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. നിങ്ങൾക്കത് ഭാവിയിൽ വളരെ ഗുണം ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഞാൻ അങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയതാണ്. ഞങ്ങൾ നമ്മുടെ എല്ലാം കൂടെ ചേർന്ന് മാനേജ്മെന്റ് ചേർന്ന് ക്ഷണിച്ച് വരുത്തിയാണ്. അപ്പോൾ എന്താണ് മോനെ ചെയ്തോളൂ. സാർ സാറിന്റെ കുറച്ച് ടീച്ചിങ് മെത്തേഡ് ഒക്കെ എനിക്കൊന്ന് കവർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് കുറച്ച് വൈറലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഓക്കെ മോനെ, ഞാൻ പഠിപ്പിക്കണം അല്ലേ? കുറച്ച് എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഒന്ന് വൈബാക്ക്. വൈബ് വൈബ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. ക്യാമറയ്ക്ക് നോക്കല അങ്ങോട്ട്. ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ഗായ്സ്. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത്, ബ്രെയിൻ ഫ്രീ ആയിരിക്കണം, എനർജി വേണം, നമ്മൾ വളരെ ബോഡി വളരെ റിലാക്സ് ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? വാവ്, സ്റ്റാർട്ട്. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ലാഫ്, നമ്മൾ ചിരിക്കുന്നതാണല്ലോ നമ്മുടെ എനർജിക്ക് ഏറ്റവും വലിയൊരു കാര്യം അല്ലെ? എനർജി വലിയ കൂടും. അപ്പൊ നിങ്ങൾ ചിരിച്ചേ. സാർ വെള്ളം എന്തെങ്കിലും? സാർ ഞാൻ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് വൈബാക്കാന്ന് തോന്നുന്നു. ഡാൻസ് അയ്യോ നല്ലൊരു ഡാൻസർ കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്സുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് കഴിഞ്ഞ് പഠിക്കാതിരിക്കണം. അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സംസാരിക്കണം. സോറി സാർ. ഒന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, വെരി സിമ്പിൾ സ്റ്റെപ്പ്. ഓക്കെ, കൈയെല്ലാം ഒന്ന് വേവ്സാക്കി വെച്ചിട്ട് ലൈക്ക് യെസ് യോ 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 സാർ എന്താ കാണിക്കുന്നു സാർ? ക്ലാസ്സാണോ അല്ല ഉത്സവപ്പറമ്പാണോ? നിങ്ങളുടെ ക്ലാസ് ഇരുന്ന് പഠിക്കാനല്ലേ പറഞ്ഞത്? എന്തിനാണ് ഇവിടെ വന്നത്? ടീച്ചർ, അവനെ വഴക്ക് പറയേണ്ട കാര്യമുള്ളായിരുന്നു. നല്ല ഡാൻസർ. നിന്റെ തല അടിച്ചാൽ പൊട്ടിക്കും. എവിടെ പോണം മാഷേ? അവനെ ഞാൻ നോക്കി. അപ്പൊ ഇവിടെ കിടന്ന് ഒറ്റ തുള്ളാൻ കുറയണം. കിട്ടി സാറേ, കിട്ടി. എന്റെ സാറിന്റെ എനർജി ഈ ടീച്ചിങ് ലെവലൊക്കെ ഞാൻ വൈറലാക്കും. എടാ, എന്റെ എനർജി ഇതൊന്നും അല്ലടാ. അമ്മ എല്ലാം പോയി. അത് ഞാൻ കണ്ടായിരുന്നു. ആ ടീച്ചറായിട്ട് എന്താ പ്രശ്നം? ടീച്ചറായിട്ടുള്ള പ്രശ്നം എടാ, അത് പറയണമെങ്കില് നിനക്ക് ഒരു 100 എപ്പിസോഡിന്റെ കണ്ടെന്നുണ്ടാ. ഞാൻ പിന്നെ പറയാം. സാറേ, നമുക്കൊന്ന് ഇരിക്കണം. ഇപ്പൊ ഇരിക്കാൻ വയ്യ, കാല് വയ്യ. പോടാ. പൊക്കോ. നീ ആവശ്യമുള്ള റീൽസേ എടുക്കാവൂ. ആവശ്യമില്ലാതെ അത് ഞാൻ ചെയ്യൂ. അയ്യോ, എനർജി ലോ ലെവൽ. Sir.